എ.ഐ.സി.സി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായി കൂടിക്കാഴ്ച നടത്താൻ മുതിർന്ന നേതാവ് കെ സുധാകരൻ. കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചയുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾക്കിടെയാണ് കൂടിക്കാഴ്ച. ഈ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായേക്കും. ഈ കൂടിക്കാഴ്ച ഒരു തുടർച്ചയാണ് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. കാരണം സുധാകരൻ ഉടക്കി നിന്നു, പിണങ്ങി നിന്നു, അതിനുശേഷം പാർട്ടിക്ക് വഴങ്ങി. അതിനുശേഷം കെ.സി. വേണുഗോപാലിൻ്റെ സാന്നിധ്യത്തിൽ രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുന ഖാർഗെയും ഡൽഹിയിൽ വെച്ച് കാണുകയാണ് ഉണ്ടായത്. അത് രാഹുൽ ഗാന്ധി തന്നെ എക്സിലും FBയിലും പോസ്റ്റ് ചെയ്യുകയും ഉണ്ടായി. മല്ലികാർജ്ജുന ഖാർഗെ അതുപോലെ കെ.സി. വേണുഗോപാലെല്ലാം അത് പങ്കുവയ്ക്കുകയുമുണ്ടായി. അതിൻ്റെ തുടർച്ചയായ കൂടിക്കാഴ്ചയാണ് ഇതെന്നാണ് മനസ്സിലാവുന്നത്. എപ്പോഴാണ് കൂടിക്കാഴ്ച എന്ന് മനസ്സിലായിട്ടില്ല. ഇന്ന് രാത്രിയോ നാളെയോ ആയിരിക്കും കൂടിക്കാഴ്ച. പാർലമെൻറ്റിൻ്റെ ഇടവേള സമയത്തായിരിക്കും കൂടിക്കാഴ്ച എന്നാണ് അറിയുന്നത്. പക്ഷേ കൂടിക്കാഴ്ചയ്ക്കുള്ള വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഒന്ന്, കെ സുധാകരന് നേരെയുള്ള ഒറ്റതിരിഞ്ഞ ആക്രമണം സൈബറിടങ്ങളിൽ നടക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ സുധാകരൻ കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ച് രംഗത്തെത്തി എന്നുള്ളതാണ്. ഇന്ന് ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ വെച്ച് മാധ്യമങ്ങളെ കാണുമ്പോൾ മുഖ്യമന്ത്രി ചർച്ച നിർത്തേണ്ടതില്ല, ചർച്ച നടത്തുന്നവർ ചർച്ച ചെയ്യട്ടെ എന്നുള്ള നിലപാട് ആവർത്തിച്ചു. മാത്രവുമല്ല, കെ.സി. വേണുഗോപാലിന് വേണ്ടി അദ്ദേഹം ഉറച്ചു നിൽക്കുന്നു, അദ്ദേഹത്തിൻ്റെ അനുയായികൾ ഉൾപ്പെടെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് മറ്റു പല ക്യാമ്പുകളിലും അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. ഈ കെ സുധാകരൻ്റെ നിലപാട് മാറ്റം 24 ആയിരുന്നു ഇക്കാര്യം ആദ്യം ബ്രേക്ക് ചെയ്യുന്നത്. അതിനുശേഷമാണ് കെ സുധാകരൻ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കെ.സി. കേരളത്തിലേക്ക് എത്തേണ്ടത് അനിവാര്യതയാണ്. പണ്ട് ലീഡർ കെ കരുണാകരനെ പോലെ, അത് കഴിഞ്ഞ് AK ആൻ്റണിയെ പോലെ, വയലാർ രവിയെ പോലെയാണ് കെ.സി. വേണുഗോപാൽ എന്ന് പറഞ്ഞൊരു വലിയ മുഴുനീളൻ പോസ്റ്റ് ഇടുന്നത്. മാത്രവുമല്ല, അദ്ദേഹം പിന്നീട് മാധ്യമങ്ങളോടും സമാനമായി പ്രതികരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ കൂടിക്കാഴ്ചയുടെ രാഷ്ട്രീയ പ്രാധാന്യം, മുഖ്യമന്ത്രി ചർച്ച നടക്കുമ്പോൾ ആ ചർച്ചയിൽ തനിക്ക് പറയാനുള്ള തൻ്റെ നിലപാട് മുൻകൂട്ടി അറിയിക്കുകയാണോ എന്നുള്ളതാണ്. അതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. കാരണം ആദ്യം തന്നെ ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ അദ്ദേഹത്തിൻ്റെ നിലപാട് പറയുക എന്നുള്ളതായിരിക്കാം. മറ്റൊരു കാര്യം, അദ്ദേഹത്തിന് നേരെ വലിയ രീതിയിൽ സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. സ്വാഭാവികമായും ഹൈക്കമാൻഡ് ആ കാര്യം കേരള ഘടകത്തെ കൃത്യമായി അറിയിക്കുകയും, കാരണം കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്ന് പോലും അത്തരത്തിൽ കെ സുധാകരനെതിരെ സൈബർ ആക്രമണം വരുന്നു എന്നുള്ള കാര്യം ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തിയേക്കും എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചന. ഏതായാലും ഇതൊരു നിർണായക നീക്കമായി തന്നെ നമുക്ക് കാണേണ്ടി വരും. കെ സുധാകരൻ ഖാർഗെയെ കാണുന്നു, AICC നേതാക്കളെ കാണുന്നു എന്നുള്ളത്